ജഡ്ജി പറയുകയാണ്, ശ്രീകുമാർ കൊലക്കേസിൽ ദൃക്സാക്ഷിയായി ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. വില്ലേജ് ഓഫീസറായ ഭാഗ്യലക്ഷ്മി. അവരുടെ കഴിഞ്ഞ കാലം കോടതി പരിശോധിച്ചു. 12 തവണയാണ് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ 4 തവണ സസ്പെൻഷനും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ കേട്ട് ചിരിക്കുകയാണ് കാർത്തി. അങ്ങനെ ഒരു പശ്ചാത്തലം ഉള്ള ആളാണ് ഈ കേസിലെ പ്രധാന സാക്ഷി. വിധി തങ്ങൾക്ക് അനുകൂലമാകും എന്ന് കരുതി ആശ്വസിക്കുകയാണ് സദാനന്ദനും കാർത്തിയും. ജഡ്ജി വീണ്ടും തുടരുകയാണ്, എന്നാൽ ഇവിടെ ഭാഗ്യലക്ഷ്മി താൻ ചെയ്യാത്ത പല കുറ്റങ്ങൾക്കുമാണ് പലപ്പോഴും ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, കൊല ചെയ്യപ്പെട്ട ശ്രീകുമാർ ഒരു പൊതുപ്രവർത്തകനും സമൂഹ നന്മയ്ക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയ ഒരു ചെറുപ്പക്കാരനും ആയിരുന്നു. അയാൾക്കിവിടെ പറഞ്ഞ പോലൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഇത് കേട്ട് സന്തോഷിക്കുകയാണ് ദിയയും സുബ്രഹ്മണ്യനും. ശ്രീകുമാറിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഭാഗ്യലക്ഷ്മിയാണെന്ന് അയാളെ അന്ന് ചികിത്സിച്ച ഡോക്ടറുടെ മൊഴിയുണ്ട്. എന്നു മാത്രമല്ല, മാരകായുധങ്ങൾ കൊണ്ടാണ് ശരീരത്തിൽ മുറിവുണ്ടാക്കിയതെന്നും ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വ്യക്തമായ തെളിവുകളും സാക്ഷിമൊഴികളുമുള്ള ഈ കേസിൽ അതുകൊണ്ട് തന്നെ പ്രതികൾ ഈ കേസിൽ ശിക്ഷ അർഹിക്കുന്നു. ഈ കേസിൽ ഹാജരാക്കിയ തെളിവുകളുടെയും സാക്ഷി വിസ്താരങ്ങളുടെയും അടിസ്ഥാനത്തിൽ 1 മുതൽ 3 വരെ പ്രതികൾക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പുകൾ പ്രകാരം ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷ വിധിക്കുന്നു. വിധി കേട്ട് കാർത്തി ഒന്നരം അമ്പരക്കുമ്പോൾ യെസ് എന്ന് വിളിക്കുകയാണ് ദിയ. അത് കേട്ട് ജഡ്ജി പറയുകയാണ്, ഓർഡർ ഓർഡർ. സോറി പറയുകയാണ് ദിയ. സുബ്രഹ്മണ്യനും വല്ലാതെ സന്തോഷിക്കുകയാണ്. പ്രതിക്കൂട്ടിൽ നിന്നും ഇറങ്ങിയ കാർത്തി സുബ്രഹ്മണ്യനെയും ദിയയും സൂക്ഷിച്ചു നോക്കുകയാണ്. സുബ്രഹ്മണ്യൻ പറയുകയാണ്, വധശിക്ഷ കിട്ടേണ്ടതായിരുന്നു. ദിയ ചോദിക്കുകയാണ്, വധശിക്ഷയാകുമ്പോൾ പെട്ടെന്ന് തീരില്ലേ? ഇതാകുമ്പോൾ ജയിലിൽ കിടന്ന് അനുഭവിക്കുമല്ലോ. മകനെയും കൂട്ടുകാരെയും വിലങ്ങ് വെച്ചു കൊണ്ടുവരുന്നത് നോക്കി നിൽക്കുകയാണ് സദാനന്ദൻ. സദാനന്ദൻ പറയുകയാണ്, ജയിലിലാണെങ്കിലും പറഞ്ഞല്ലോ മോനെ, നിനക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാകില്ല. പിന്നെ ഞാൻ അപ്പീലിന് പോകുന്നുണ്ട്. ഇനിയിപ്പോ അഡ്വക്കേറ്റ് വിജയകുമാറിനെ ആശ്രയിക്കുന്നില്ല. വേറൊരു നല്ല വക്കീലിനെ വയ്ക്കണം. അതോടെ നീ പുറത്തു വരും. ഇനി അകത്ത് കിടക്കുന്ന നിങ്ങളല്ല, പുറത്തുള്ളവരാണ് പേടിക്കേണ്ടത്. ചെല്ലെന്ന് പറയുകയാണ് കാർത്തിയോട് സദാനന്ദൻ. കാർത്തി ജീപ്പിനകത്തേക്ക് കയറുന്നത് നോക്കി നിൽക്കുകയാണ് ദിയയും സുബ്രഹ്മണ്യനും. ദേഷ്യത്തോടെ ദിയയെ നോക്കിയിട്ട് തന്റെ വിലങ്ങിലേക്ക് നോക്കുകയാണ് കാർത്തികേയൻ. അതിനുശേഷം കാർത്തിയെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് പോലീസ്. പിന്നീട് ദിയയുടെ അടുത്തേക്ക് വന്ന സദാനന്ദൻ ചോദിക്കുകയാണ്, ആസ്വദിച്ചോ? മനസ്സ് നിറഞ്ഞോ? സംശയമെന്താ? സാമൂഹ്യ വിരുദ്ധരൊക്കെ ജയിലിൽ കിടക്കണം. മോൻ മാത്രമല്ല, അച്ഛനും അവിടെ കിടക്കാൻ യോഗ്യനാണ്. നീ അവളുടെ മോളല്ലേ, അപ്പോ ഇതൊക്കെ പ്രതീക്ഷിച്ചേ പറ്റൂ. എന്നാൽ നിനക്കൊപ്പം വിധി പറയുന്നത് കേൾക്കാൻ ഒരാൾ വന്നില്ല. നിന്റെ മോനെ ജയിലിലേക്ക് പറഞ്ഞയക്കാൻ കാരണക്കാരിയായ നിന്റെ അമ്മ. എന്തുകൊണ്ടാ അവൾ വരാതിരുന്നത്? എന്റെ അമ്മയ്ക്ക് വേറെ പണിയുണ്ട്. അമ്മ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. പിന്നെ ഇനി കോടതിയിൽ വന്ന് നിങ്ങളെ കാണേണ്ട കാര്യം എന്താണ്? ദേഷ്യപ്പെട്ട് സദാനന്ദൻ ചോദിക്കുകയാണ്, നീ അപ്പോൾ കോടതിയിൽ വന്നതോ? എനിക്ക് എന്റെ അമ്മ കോടതിയിൽ സാക്ഷി പറഞ്ഞ കേസ് ജയിക്കുന്നത് കാണണമായിരുന്നു. നിങ്ങളുടെ മകനെയും കൂട്ടുകാരെയും ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് നേരിട്ട് കാണണമായിരുന്നു. അവനൊരിക്കൽ പൊതുനിരത്തിൽ വെച്ച് എന്നോട് അപമര്യാദയായി പെരുമാറിയവനാണ്. അന്ന് അവന് കിട്ടേണ്ടത് കിട്ടി. എങ്കിലും ഇന്നവൻ ഒരിക്കൽ കൂടി തല താഴ്ത്തി പോകുന്നത് കാണാൻ എനിക്ക് തോന്നി. ഇതൊരു ചെറിയ കാഴ്ചയാണ് കൊച്ചേ. വക്കീലിനറിയാം എന്റെ ചരിത്രമൊക്കെ. പിന്നീട് സുബ്രഹ്മണ്യനോട് പറയുകയാണ്, തിരുമേനി രാവിലെ അമ്പലത്തിൽ പോയി കാണും. മോന്റെ കൊലയാളികൾക്ക് തൂക്കുകയർ കിട്ടണേ എന്നായിരിക്കും പ്രാർത്ഥിച്ചത്. സംശയമെന്താ? എന്നെ പോലെ ഒരു അച്ഛന് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയോ? എന്റെ മോൻ ഷീബ എന്നൊരു പെൺകുട്ടിയെ മൃഗീയമായി കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത ഒരുപാട് പ്രചരിച്ചതാണ്. എന്നിട്ടും അവനെ കോടതി ശിക്ഷിച്ചില്ല. ഇവിടെ കഥ അവസാനിക്കുകയല്ല. ഇത് കഥയുടെ ക്ലൈമാക്സും അല്ല. ഇനിയും കഥ അവസാനിപ്പിക്കാൻ ഒരുപാട് സംഭവങ്ങൾ നടന്നേ പറ്റൂ. ആ സംഭവങ്ങളിൽ ഈ കൊച്ചും ഇവളുടെ അമ്മയും ഇവളുടെ കുടുംബവും പ്രധാന കഥാപാത്രങ്ങൾ ആയിരിക്കും. ദിയ പറയുകയാണ്, ഞങ്ങൾക്ക് ഒരുത്തന്റെയും ഭീഷണിയിൽ പേടിയില്ല. ഇനിയിപ്പോ ഭീഷണി ഉണ്ടെന്ന് കരുതി പുറത്തിറങ്ങി നടക്കാതിരിക്കാനും പോകുന്നില്ല. എന്റെ ചേച്ചിയെ അടിമുടി തകർത്തല്ലോ, എന്നിട്ട് ഞങ്ങൾ പുറത്തിറങ്ങാതിരുന്നോ? മുഖം മറച്ച് നടന്നോ? ചിരിച്ചുകൊണ്ട് സദാനന്ദൻ ചോദിക്കുകയാണ്, നിന്റെ ചേച്ചി ഇപ്പോ എവിടാ? ആശുപത്രിയിലല്ലേ? അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചായിരുന്നോ? ഇപ്പോൾ ശ്രമിച്ചില്ലെങ്കിൽ ഇനി അതിലേക്ക് കൊണ്ടെത്തിക്കും കാര്യങ്ങൾ. അവൾ മാത്രമല്ല, നിന്റെ അമ്മയും നീയുമൊക്കെ മരണത്തെക്കുറിച്ച് 1000 തവണ ചിന്തിക്കും. ദിയ പറയുകയാണ്, അങ്ങനെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചല്ല മുന്നോട്ടു പോകുന്നത്. ഞങ്ങൾക്കാർക്കും മരണഭയവും ഇല്ല. താനും തന്റെ മോനും അങ്ങനെ ഭയക്കുന്നത് കൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളെ കൂട്ടുന്നത്. മുഖത്തൊരു കട്ടിമീശയുണ്ടെന്ന് കരുതി ആണാകത്തില്ല. അതുകൊണ്ട് ശരിക്കുമുള്ള ആണുങ്ങളെ കാണുമ്പോൾ നീയൊക്കെ വിറയ്ക്കും. മോൻ എങ്ങനെ വിറച്ചത് ഞാൻ നേരിട്ട് കണ്ടതാണ്. നിന്റെ ചേച്ചിയെ ട്രാപ്പിലാക്കിയിട്ട് അമ്മയെ കോടതിയിൽ വരുത്താതിരിക്കാൻ നോക്കിയല്ലോ.
എന്നിട്ട് നടന്നോ? ഇനിയും ചേച്ചിയുടെ ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും പുറത്തുവിട്, ആൾക്കാര് കാണട്ടെ. എന്തായാലും ഞങ്ങൾ വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ല. ഇനിയും കോടതിയിൽ കാണേണ്ടി വരും സദാനന്ദ തനിക്ക് ഞങ്ങളെ. ഈ കോടതിക്കകത്ത് ഇനി വാദപ്രതിവാദങ്ങൾ ഒരുപാട് നടക്കും. ഞാനും നിയമം പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് നിയമത്തെ നിയമത്തിന്റെ വഴിയിൽ തന്നെ നേരിടും. ഒരുത്തനെയും ഞങ്ങൾക്ക് പേടിയില്ല. ദേ ഇപ്പോഴും ഒറ്റയ്ക്കാണ് പോകുന്നത്. കൊല്ലുന്നെങ്കിൽ കൊല്ലാൻ പറയൂ തന്റെ ആൾക്കാരോട്. അതിനുശേഷം പോവുകയാണ് ദിയ. പോയ ശേഷം സുബ്രഹ്മണ്യനോട് സദാനന്ദൻ ചോദിക്കുകയാണ്, കോരി തരിച്ചോടോ അവൾ പറയുന്നത് കേട്ടിട്ട്? വക്കീൽ എന്താ ഒന്നും പറയാത്തതെന്ന് രാജേന്ദ്രൻ വക്കീലിനോട് ചോദിക്കുകയാണ് സദാനന്ദൻ. വക്കീൽ പറയുകയാണ്, ഞാൻ പറയാനുള്ളതെല്ലാം കോടതിയിൽ പറഞ്ഞല്ലോ. അത് ശരിയാണ്, അതിന്റെ ഫലവും കണ്ടു. കോടതിക്കകത്ത് മാത്രമല്ല പുറത്തും വിധി പറയുന്നവരുണ്ട്, അതാരും മറക്കണ്ട എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് സദാനന്ദൻ. പിന്നീട് കാണിക്കുന്നത് ഐസിയുയിൽ കിടക്കുന്ന ശ്രീധരനെയാണ്. അവിടേക്ക് വരികയാണ് രചന. രചനയെ കണ്ട് ദേഷ്യം കാണിക്കുകയാണ് ശ്രീധരൻ. ബൈപ്പാസിന് പൈസ സംഘടിപ്പിച്ചത് എവിടെന്നാണെന്ന് ചോദിച്ചു. പെട്ടെന്ന് ശ്രീധരൻ ചുമയ്ക്കുമ്പോൾ അച്ചാന്ന് വിളിക്കുകയാണ് രചന. വേണ്ട വേണ്ട എന്ന് പറയുകയാണ് ശ്രീധരൻ. അപ്പോൾ നീ പറഞ്ഞില്ല പണം വന്ന വഴി? എന്നാൽ അത് എന്നെ നന്നായി പറഞ്ഞു കേൾപ്പിക്കേണ്ടവർ. അല്ലാതെ ഇത്രയും പണം ഈ സമയത്തിനുള്ളിൽ എവിടെന്ന് കിട്ടാനാണ്? എങ്കിലും വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. കേട്ടതൊക്കെ സത്യമാണോ? കരഞ്ഞു തന്നെ നിൽക്കുകയാണ് രചന. ശ്രീധരൻ പറയുകയാണ്, ഇതിലും നല്ലത് നീ എന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയായിരുന്നു. അങ്ങനെ ഒന്നും പറയല്ലേ അച്ഛാ. വീണ്ടും ശ്രീധരൻ ചുമയ്ക്കുമ്പോൾ ശ്രീധരന്റെ അടുത്തേക്ക് വരികയാണ് രചന. ശ്രീധരൻ പറയുകയാണ്, തുടരു തന്നെ, നീ പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ, വേണ്ട വേണ്ട എന്നൊക്കെ പറയുകയാണ് ശ്രീധരൻ. അച്ഛാ അച്ഛാ എന്ന് വിളിച്ച് കരയുകയാണ് രചന. പെട്ടെന്ന് നേഴ്സ് ഓടി വന്ന് പറയുകയാണ്, സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതല്ലേ ചേട്ടാ. എന്നിട്ട് രചനയെ നോക്കി പറയുകയാണ്, നേരത്തെ വേറൊരാൾ വന്ന് അവരുടെ വായിൽ തോന്നിയതൊക്കെ പറഞ്ഞു. അതിനുശേഷമാണ് ഇയാളുടെ നില ഇത്രയ്ക്ക് വഷളായത്. ഇനി മകളും കൂടി അച്ഛന് ആപത്തുണ്ടാക്കുകയാണോ? വീണ്ടും രചനയെ നോക്കി ശ്രീധരൻ പറയുകയാണ്, പൊയ്ക്കോ, എന്റെ മുൻപിൽ നിന്ന് പൊയ്ക്കോ. കരഞ്ഞുകൊണ്ട് പോവുകയാണ് രചന. പിന്നീട് കാണിക്കുന്നത് ദീപയാണ്. ദീപ കട്ടിൽ കിടന്ന് കരയുകയാണ് ഹോസ്പിറ്റലിൽ. അടുത്തേക്ക് വന്നിരുന്ന ഭാഗ്യലക്ഷ്മി പറയുകയാണ്, മോളിനെ കഴിഞ്ഞതിനെ പറ്റിയൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. ചിരിച്ചുകൊണ്ട് നമ്മുടെ കൂടെ കൂടുന്ന പലരും മനസാക്ഷിയില്ലാത്തവരാണ്. പണത്തിന് വേണ്ടിയായിരിക്കും അവൾ അത് ചെയ്തത്. ഏതായാലും അവളുടെ അച്ഛന്റെ അവസ്ഥ നോക്കാതെ ഞാനത് അയാളോട് പറഞ്ഞു. കരഞ്ഞുകൊണ്ട് ദീപ ചോദിക്കുകയാണ്, എനിക്കിനി പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലേ അമ്മേ? അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ഇതുപോലെ ചതിവ് പറ്റിയ എത്രയോ പെൺകുട്ടികൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. അവരൊക്കെ പുറത്തിറങ്ങി നടക്കാതിരിക്കുകയാണോ, ജീവിക്കാതിരിക്കുകയാണോ? അന്നേരം അവിടേക്ക് വരികയാണ് ദിയ. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, മോളെ എന്തായി? ദിയ പറയുകയാണ്, കോടതി വിധി വന്നു. കാർത്തിയും കൂട്ടരും ശിക്ഷിക്കപ്പെട്ടു. എല്ലാത്തിനെയും ജയിലിലേക്ക് കൊണ്ടുപോയി. മോനെയും കൂട്ടുകാരെയും കൊണ്ടുപോയപ്പോൾ അച്ഛനത് നൊന്തു. ആ നോവ് എന്റെ നേരെ തീർക്കാൻ നോക്കി. ഞാൻ വിട്ടുകൊടുത്തില്ല. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അവന്റെ മോൻ ഉണ്ടാക്കിയതിനേക്കാളും നോവല്ലേ എന്റെ മോൾക്ക് അവനും അവന്റെ മോനും കൂടി തന്നത്? ദീപ ചോദിക്കുകയാണ്, അമ്മ കോടതിയിൽ പോകണ്ടെന്ന് ഞാൻ കാലു പിടിച്ച് പറഞ്ഞതാണ്, എന്നിട്ടും കേട്ടില്ല. എന്നിട്ട് ദിയയോട് പറയുകയാണ്, നീയാണ് അമ്മയെ നിർബന്ധിച്ച് കോടതിയിലേക്ക് പറഞ്ഞു വിട്ടത്. ദിയ പറയുകയാണ്, ചേച്ചി ഇതൊക്കെ നിസ്സാരമായിട്ടെടുത്താൽ നമുക്കോ നമ്മുടെ കുടുംബത്തിനോ ഒന്നും സംഭവിക്കില്ല. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, അത് ശരിയാണ്, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണ്ടേ? കരഞ്ഞുകൊണ്ട് ദീപ ചോദിക്കുകയാണ്, അതിലും വലിയ ശിക്ഷയല്ലേ അമ്മേ ഇപ്പോൾ എനിക്ക് കിട്ടിയത്? എത്ര കാലം കഴിഞ്ഞാലും ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? എന്റെ ജീവിതം തീർന്നു. മോള് അങ്ങനെയൊന്നും കരുതല്ലേ മോളെ. ചേച്ചി സമൂഹത്തെ ഭയന്ന് കഥകടച്ച് അകത്തിരുന്നാൽ ജയിക്കുന്നത് സദാനന്ദനും അവന്റെ മോനും ആയിരിക്കും. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്കിനി പുറത്തോട്ടിറങ്ങാൻ പേടിയാണ് മോളെ. അത്രയും പറഞ്ഞ് വിങ്ങി വിങ്ങി കരയുകയാണ് ദീപ. അത് കണ്ട് സങ്കടപ്പെടുകയാണ് ഭാഗ്യലക്ഷ്മിയും ദിയയും. പിന്നീട് കാണിക്കുന്നത് ജയിലാണ്. കാർത്തിയും കൂട്ടരും പോകുന്നത് നോക്കി നിൽക്കുകയാണ് ജഗൻ. കാർത്തിയെ കണ്ട് അന്ന് ദിയ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയാണ് ജഗൻ. ജഗൻ പറയുകയാണ്, കുറച്ചു നാളായിട്ട് എക്സസൈസ് ഇല്ലായിരുന്നു. ഇനി ജിമ്മിൽ പോയി ബോക്സിംഗ് നടത്തുന്നതിന് പകരം ഇന്ന് ഇടികൊള്ളാൻ ഒരുത്തൻ വന്നിട്ടുണ്ട്, എന്റെ കൂട്ടുകാരും. അന്നേരം ഒരാൾ ചോദിക്കുകയാണ്, അവൻ അത്രയ്ക്ക് പ്രശ്നക്കാരൻ ആണോടാ? പ്രശ്നക്കാരൻ അല്ലെങ്കിലും നമ്മൾ പ്രശ്നമുണ്ടാക്കും. പ്രശ്നക്കാരൻ തന്നെ അപ്പോൾ അല്ലേ? അല്ലാതെ അണ്ണൻ ആരുടെയും ദേഹത്ത് കൈവെക്കില്ലല്ലോ. പെൺകുട്ടികളെ വേദനിപ്പിക്കുന്നവൻ നമ്മുടെ പൊതുശത്രുവാണ്. പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ കണ്ണീര് കണ്ടിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ മഞ്ഞപ്പാല് തുപ്പണം. പിന്നീട് കാണിക്കുന്നത് വക്കീൽ ഓഫീസിലിരിക്കുന്ന വിജയകുമാറിനെയാണ്. അവിടേക്ക് വരികയാണ് സദാനന്ദൻ. എന്താ വക്കീലെ കോടതിയിലേക്കൊന്നും വരാത്തത്? വിധി കേൾക്കാമായിരുന്നല്ലോ. വക്കീല് പറയുകയാണ്, അത് കേൾക്കാനൊന്നുമില്ല, വിധി എന്തായിരിക്കുമെന്ന് എനിക്കറിയാം.
പക്ഷേ തനിക്കറിയാത്ത ഒരു വിധിയുണ്ട്, തന്റെ ഭാര്യയുടെയും മക്കളുടെയും വിധി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക്